ഇപ്പം കന്യാകുമാരിയാണ്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. അപ്പോൾ ചർച്ച് ഒന്ന് കാണാമെന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ചർച്ചിൻ്റെ ചെറിയൊരു ഭാഗം കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ചർച്ച് നേരിട്ട് കാണാമല്ലോ വെച്ച്. അപ്പം നമുക്ക് സൺസെറ്റ് കാണാൻ പോകണം. അപ്പോൾ എന്തായാലും പോകണം. ഈ ഒരു പള്ളി കാണാമെന്നാണ്. നിങ്ങൾക്ക് എന്തായാലും ആ പള്ളി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ പള്ളി. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് കാണുമ്പോൾ ഇതിൻ്റെ ടോപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫുള്ളായിട്ടുള്ളൊരു രൂപം കാണണ്ടേ. നമ്മളിവിടെ വന്നാണ്. പിന്നെ എന്തായാലും നമുക്ക് ഇവിടെ കർത്താവിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്, ഒരു പ്രതിമ പോലെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല, നല്ലൊരു രസമുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഫോട്ടോസൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യണമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു പള്ളി കേട്ടോ. കണ്ടിട്ട് കുറച്ച് നല്ല പഴക്കമുള്ള പോലെ ഉണ്ട്. നമ്മൾ സാധാ ഒരു പള്ളി പോലെ അല്ല അത്. പിന്നെ ഇത് ഇവിടെ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു മാതാവിൻ്റെ ഒക്കെ ഒരു കപ്പുകളെന്നൊക്കെ പറയും. ക്ലിയറായിട്ട് അറിയില്ല. എന്തായാലും ഇതാണ് ആ പള്ളി. ഇവിടെ തന്നെ മുന്നിൽ തന്നെ ഹാപ്പി ന്യൂ ഇയർ 2021 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളും ഒക്കെ വീടുകളാട്ടോ. ഇവിടെ കുറേ കണ്ടോ, പലതരം കളറിൽ, അതായത് മഞ്ഞ, നീല, അങ്ങനെ ഓരോ കളറിലാണ്. പിന്നെ ഇത് ഇവിടെ എന്തിനാണെന്ന് എനിക്കറിയില്ല ക്ലിയറായിട്ട്. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു പള്ളിയുടെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എത്രയാണ്. എന്തായാലും ഫോട്ടോസൊക്കെ നല്ല രസമുള്ള ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണത്. കയറാനുള്ള ഒരു പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നുണ്ട് പള്ളിൻ്റെ അകത്ത്. എന്തായാലും ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്തേക്കാം, പോസ്റ്റ് ചെയ്തേക്കാം. ഒന്ന് കയറി കാണാം. ഓക്കെ, കയറാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ കയറാൻ നിൽക്കുന്നില്ല. എന്തായാലും അഥവാ കയറി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും നമ്മൾ ഒരു പള്ളിയുടെ വ്യൂ ഇതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സൺസെറ്റ് ഉണ്ട്, ബോട്ട് ഹൗസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സൺസെറ്റും ബോട്ട് ഹൗസും പോകണമെന്നുണ്ട്. ബോട്ട് ഹൗസിൽ പോയിട്ട് ബോട്ട് കയറിയിട്ട് അപ്പുറത്ത് പോകണമെന്നുണ്ട്. അതേപോലെ സൺസെറ്റ് കാണുന്നുണ്ട്. എന്താ വെച്ചാൽ നോക്കട്ടെ. ഓക്കെ, നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെയുള്ളൊരു പോലീസ് ഓഫീസറോട് ചോദിച്ച് സൺസെറ്റ് പോയിൻ്റ് എവിടെയാണ്. സാറ് പറഞ്ഞത് ഇവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് 2 കിലോമീറ്റേഴ്സ് പോകണം. 2 കിലോമീറ്റർ പോകണം അല്ലേ. എന്തായാലും 2 കിലോമീറ്റർ ഒന്നും പോകാൻ കഴിയില്ല. ഇവിടെ എവിടെയൊന്നും കാണാൻ പറ്റുമല്ലോ. ആ ഒരു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും കാണാൻ പറ്റുമല്ലോ. നമ്മൾ സൺസെറ്റ് പോയിന്റിലേക്ക് പോകണം. ചോദിച്ചപ്പോൾ ആ ഭാഗത്താണെന്ന് പറഞ്ഞത്. എന്തായാലും നേരെ സൺസെറ്റ് പോയിന്റ് പോയിട്ട് സൺസെറ്റ് കാണണ്ടേ. നമുക്ക് നാളെ സൺറൈസ് കാണാം. അത് നാളത്തെ വീഡിയോയിലുണ്ടാവും. ഇന്നെന്തായാലും സൺസെറ്റും പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണണം. ഇതിലെങ്ങനെ പോകുമ്പോൾ ഇവിടെ കുറച്ച് വളക്കച്ചവടക്കാരുണ്ട്. കുട്ടികൾക്കുള്ള കളി സാമാനം, പിന്നെ അതേപോലെ കീ ചെയിൻസ് ഉണ്ട്. പിന്നെ വീട്ടിൽ തൂക്കാൻ പറ്റിയ ശംഖ്, പിന്നെ മാലകൾ, അങ്ങനത്തെ 4 പീസ് ഡ്രസ്സ് 100 രൂപ. അങ്ങനെ ഓരോ സ്ട്രീറ്റുകളാണ്. അവിടെ പിന്നെ ബേൽപൂരി, പാനിപൂരി, അങ്ങനത്തെ കടകളാണ്. ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് ഇപ്പുറത്ത് ആകുമ്പോൾ നമുക്ക് ജാക്കറ്റ് അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഇവിടുന്ന് ജാക്കറ്റ് വേണ്ട ആവശ്യമില്ല. ബേൽപൂരി, പാനിപൂരി കണ്ടോ, ഇതേ നമുക്ക് വരുമ്പോൾ വാങ്ങാം, കഴിക്കാം. പിന്നെ ഇവിടെ ജാക്കറ്റ്സ് ഉണ്ട്. ജാക്കറ്റിൻ്റെ ആവശ്യമൊക്കെ മെയിനായിട്ട് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ബാംഗ്ലൂരൊക്കെ എത്തുമ്പോഴാണ് ജാക്കറ്റൊക്കെ വേണ്ടി. പിന്നെ ട്രാക്ക് ഷൂട്ട്, പിന്നെ ടീഷർട്ട്സ് ഉണ്ട്. അതൊക്കെ വാങ്ങണം നമുക്ക്. ഈ ഒരു ക്വാളിറ്റി അല്ല വേണ്ടിയത്. നമുക്ക് പോളിസ്റ്റർ ടൈപ്പ് വേണം, പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ്. അപ്പോൾ അതാണ് മെയിനായിട്ട് വേണ്ടിയത്. പിന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ ടൈപ്പ് ഇതാണ്. നട്ട്സൊക്കെ, പിന്നെ സ്പെക്സ്, പിന്നെ ചോളുണ്ട്, മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഫ്രൂട്ട്സ്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുമ്പോൾ വാങ്ങി എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഞാൻ നേരെ പോട്ടെ. ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് ഫുള്ളും ടാറ്റു സ്റ്റുഡിയോസാണ്. ഫുള്ള് ടാറ്റു. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആർക്കും ടാറ്റു അടിക്കാം. ഇതൊന്നും ചിലപ്പോൾ പെർമനൻ്റ് ആയിരിക്കില്ല. പെർമനൻറ്റും ഉണ്ട്, ടെമ്പററിയും ഉണ്ട്. പിന്നെ തൽക്കാലത്ത് കളിക്കണമെന്നുണ്ട്, പെർമനൻ്റ് ആയിട്ട് അടിക്കാം. നേരം ഇപ്പോൾ നമ്മൾ ഈ ഒരു കന്യാകുമാരി ബീച്ച് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് ഇതൊക്കെ കാണാം. സൺസെറ്റ് കാണാൻ പറ്റുമെന്നറിയില്ല. ഒരു ബാഗ് പയ്യന്മാരെ ടാറ്റു അടിക്കാൻ വേണ്ടി വിളിക്കുക.
നമുക്ക് അങ്ങനത്തെ ശീലമൊന്നും ഇല്ല ടയറ്റ് അടിക്കണേ. നേരെ പോട്ടെ. തോക്കുണ്ട്. കുറേ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. നല്ല ചീപ്പ് റേറ്റിനൊക്കെ സാധനങ്ങൾ കിട്ടും. എന്തായാലും നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോട്ടെ. അപ്പോൾ നമുക്ക് ആ വ്യൂ ടവറിൽ കയറാം. ഇവിടെ ആണ് സൺസെറ്റ് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. എന്തായാലും വ്യൂ ടവറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്വസ്ഥമായിട്ട് അതിൻ്റെ ടോപ്പൊന്ന് കാണാം. എന്തായാലും വ്യൂ ടവറിലേക്ക് പോയി നോക്കട്ടെ. വ്യൂ ടവറിലേക്കുള്ള വഴി ഇതെല്ലാം തോന്നുന്നു. അതിലിറങ്ങി പോയിട്ട് താഴത്ത് കടലിലേക്കാണ് എത്തണത്. വ്യൂ ടവറിലേക്ക് അപ്പുറത്താണ് വഴി തോന്നുന്നു. അപ്പോൾ അതിലെന്തായാലും കയറി പോയി നോക്കട്ടെ. ഓക്കെ, സമയം 5:32 6:15 സൺസെറ്റ്. എന്തായാലും പോയി നോക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ വ്യൂ ടവർ അവിടെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കാട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കളിക്കാം. ഇപ്പോഴത്തും ഓഫീസുകളൊക്കെയാണ്. വ്യൂ ടവർ, നമുക്ക് വ്യൂ ടവറിൽ പോകാം. നമ്മൾ വ്യൂ ടവറിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ആരും ഇല്ല തോന്നുന്നു. വ്യൂ ടവറിന് മുകളിൽ 2-3 ആൾക്കാരെ കണ്ട് നേരെ അങ്ങോട്ട് പോയി നോക്കട്ടെ. അതാകുമ്പോൾ അവിടെയാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ അപ്പം അതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ എന്നോടത് പറയരുത്. നേരെ പോയി നോക്കട്ടെ. ഇതാണ് വ്യൂ ടവർ. അപ്പോൾ 15 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. അപ്പോൾ എന്തായാലും 15 രൂപ കൊടുത്താൽ നമുക്ക് നല്ല വ്യൂ കിട്ടുമല്ലോ. കണ്ടോ, സൂര്യേട്ടൻ അവിടെ ഉണ്ട്. ഇവിടുത്തെ ആളുടെ ഒരു ഇതിലാണ്. എന്തായാലും ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട 2 ദ്വീപ് പോലത്തെ സ്ഥലം, കന്യാകുമാരിയിലെ മെയിൻ സ്ഥലങ്ങൾ. അതേപോലെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 15 രൂപയാണ് ഒരാൾക്ക്. ഇങ്ങനെ പോയക്കട്ടെ. നല്ല കാറ്റുണ്ട്. ചിലപ്പം നോയ്സിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും. ഇത് വളഞ്ഞ് തിന്നേക്കാണല്ലോ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് ഹൈറ്റിൽ നിന്ന് നല്ല വ്യൂ കിട്ടും. ഇവിടെയൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ നല്ല ഷോർട്സ് ഒക്കെ എടുക്കാം. വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ കയറി പോകണം. ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് ഈ ഒരു കന്യാകുമാരി സിറ്റി മെയിനായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. ഏറ്റവും ടോപ്പൊന്ന് എന്തായാലും നേരെ പോയി നോക്കട്ടെ. നമ്മൾ വരുംതോറും ഇവിടെ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട് ഓരോരുത്തരുടെ പേര്. ഇതാണ് ഇങ്ങനത്തെ വ്യൂ. എന്തായാലും നമുക്ക് ഏറ്റവും ടോപ്പിൽ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തി. എന്തായാലും പോയി കാണട്ടെ. ഓക്കെ, ഇതാണ് നമ്മളെ ഏറ്റവും ടോപ്പത്തെ വ്യൂ. നമുക്ക് അവിടെയാണ് സൺസെറ്റ് വരിക. എന്തായാലും ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. പോവാം നമുക്ക്. അവിടെ നമ്മുടെ ആ ഒരു 2 ദ്വീപ് പോലെ ആയിരുന്നു. അവിടെയൊക്കെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൽ പോയി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ വ്യൂ പോയിൻ്റ് കിട്ടണമെന്നുണ്ടാവില്ല. സൺസെറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിലാണ്. സമയം 5:55. നല്ല കാറ്റുണ്ട്. അതുകൊണ്ടാണ് വ്ളോഗ് അധികം ചെയ്യാത്തത്. ഫോൺ അതപ്പോൾ തെറിച്ച് പോകുന്നവരുണ്ട്. ബാക്കിൽ നമ്മുടെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്. ഫുള്ളായിട്ട് ആകുമ്പോൾ നമ്മളൊരു വീഡിയോ ആകുമ്പോൾ കുറേ ടൈം പിടിക്കും. ഇനി ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട്. എന്തായാലും ഞാൻ ടൈം ലാപ്സ് വെച്ചിട്ട് സൂര്യൻ താവണം. ചിലപ്പോൾ മേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടും. അതിൽ ടൈം ലാപ്സ് വെച്ചിട്ട് എനിക്ക് കഴിയുന്നത്രോളം ഞാൻ മാക്സിമം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ടൈം ലാപ്സ് വെച്ചിട്ട് കാണാം. സൺസെറ്റ് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. അതൊക്കെ സൺസെറ്റാണ്. മറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ മറഞ്ഞു. ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. അതെ, ടൈമിൽ ഫുള്ളും വെളിച്ചെടാൻ തുടങ്ങി. ആകാശമൊക്കെ റോസ് കളറിലൊക്കെ ആകാശങ്ങളൊക്കെ വന്നു. എന്തായാലും നല്ലൊരു വ്യൂ ആട്ടോ. ഈ ഒരു ഇവിടെ ഈ സിറ്റി, ഈ ഒരു നഗരങ്ങളിൽ ഫുള്ളും വെളിച്ചം കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു.
നല്ല കളറിലായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെറൈറ്റി കളർ കേട്ടോ. ഞാൻ എക്സ്ട്രാ എഫക്ട്സ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അത് നാച്ചുറൽ കളറാണ്. ഞാൻ എഫക്ട്സ് കയറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോസ് ചെയ്യാൻ കണ്ടോ. ഇതൊക്കെ നാച്ചുറൽ കേട്ടോ. ഞാൻ വേണേൽ സെൽഫി എടുത്ത് കാട്ടിത്തരാം. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ നാച്ചുറലാണ്, എഫക്ട്സ് കയറ്റിയിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. എന്തായാലും ആകാശം ഈ ഒരു കളറിലായി കിട്ടി. നല്ല രസമുണ്ട്. പലതരം കളറിൽ ഓറഞ്ച് ഉണ്ട്, റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, എല്ലാ കളറും കൂടി മിക്സ് ആയിട്ടുള്ളത്. എന്തായാലും ഈ അവിടെയൊക്കെ ആ ഒരു കളർ തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു വ്യൂ തന്നെ. ഇപ്പം നമുക്ക് ഈ ഒരു കളറൊക്കെ കിട്ടാൻ പറ്റി. സൺസെറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കളറൊക്കെ കിട്ടി. കുറേ ആൾക്കാരൊക്കെ കേട്ടോ. അങ്ങനത്തെ കഥ. ആ സിറ്റികളിൽ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. എന്തായാലും നമുക്ക് പോകുമ്പോൾ അവിടുത്തെ ഫുഡുകളൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. എന്തായാലും ഇന്ന് രാത്രി എന്തായാലും ഫുൾ വീഡിയോസ് എടുക്കാൻ കഴിയില്ല. താഴത്ത് ഫുള്ള് പാറക്കെട്ടാണ്. ഇവിടെ ഫുള്ള് ഈ തിരമാല വന്നടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വിളിച്ച് അതിൻ്റെ പേര് ചെയ്യില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നേരെ താഴത്ത് പോകും. എന്നിട്ട് അടുത്ത സിറ്റികളിലൊക്കെ ഒന്ന് പോയി നോക്കാം. അതെ, ഇതാണ് നമ്മൾ വന്ന വഴി. ഫുള്ള് എന്തായാലും ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു മഞ്ഞിച്ച പോലെ നമുക്കൊരു ഡോട്ട് പോലെ കാണാൻ ചാൻസ് ഉണ്ട്. ക്യാമറ നൈറ്റ് ആയതുകൊണ്ട് എന്നിട്ട് ഉള്ളിലൊക്കെ ഈ ഒരു പ്രശ്നമില്ല. എന്തായാലും നമ്മളെന്തായാലും നേരെ താഴത്ത് പോവാം. താഴത്ത് പോയിട്ട് നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നേരെ താഴത്ത് പോവാം. നമ്മൾ ഈ ഒരു കടയിൽ ചായ കുടിക്കാനുള്ളതാണ്. ഒരു കോളിഫ്ലവർ പൊരിച്ചതാണ്, ഉള്ളിവട, മുളക് വെച്ച്, പയർ വെച്ച്. ഇത് കോളിഫ്ലവർ പൊരിച്ചാ? കോളിഫ്ലവർ. എന്തായാലും ഇവിടുന്ന് ഒരു ചായ കുടിക്കാം. എന്തായാലും ഭക്ഷണം നമ്മൾ കുറച്ചിട്ട് കഴിക്കുള്ളൂ. എന്തായാലും ചായ കുടിച്ചാലോ. നമ്മളൊരു പൊക്കോട വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കാം. പൊക്കോട. ഈ സമയം 6:40. ഒന്നാമത് ഇത്രയും നേരം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ടൊക്കെ പോയി. അവിടെ ഫുള്ള് ഇരുട്ടായി കിടക്കണം. ഇവിടെ ചില സ്ഥലത്ത് മാത്രമേ കറണ്ടുള്ളൂ, ബാക്കിയൊക്കെ കറണ്ട് പോയി കിടക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. രാത്രി എന്ത് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ നേരെ റൂമിലേക്ക് പോകും. നമ്മളൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ റൂമിലെത്തിയിട്ട് കാട്ടിത്തരാം. ഒരു ഷൂ ടൈപ്പാണ്, ക്രോക്സ് ഒക്കെ ടൈപ്പില്ലേ, അതൊരു ആദ്യം ഇറങ്ങിയ ടൈപ്പാണ്. നമ്മൾ ഈ ഒരു ഷൂ സ്മെല്ല് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഷോക്സ് ഇട്ടിട്ടുണ്ട്, ഷോക്സ് ഇടാതിയിട്ട്. അപ്പം എന്തായാലും തണുപ്പിലിടാൻ വേണ്ടിയിട്ടാണ് ഷൂ എടുത്തത്. അപ്പം ക്യാമറ ഇങ്ങനെ കാണിക്കാത്ത ചിലപ്പോൾ ക്ലിയർ കുറയും, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും വിവേകാനന്ദ സ്വാമി ആശ്രമം എന്താണ് 100 രൂപ നമുക്ക് ഒരു ദിവസത്തേക്ക് വന്നിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ഒരു രാത്രിത്തേക്കല്ലേ. നാളെ രാവിലെ ചിലപ്പോൾ 6 മണി 5 മണിയാകുമ്പോൾ നമ്മൾ സൈറ്റ് എടുത്ത് ഇറങ്ങും. ചിലപ്പോൾ 6 മണി 5 മണിയാകുമ്പോൾ ഇറങ്ങും. സൺറൈസ് കാണണമെന്നുണ്ട്, ഏത് ഭാഗത്താണെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ നേരെ റൂമിലേക്ക് പോട്ടെ. റൂമിൽ വെച്ച് കാണാം. അതെ, തിരിച്ച് റൂമിലെത്തി. ഇപ്പം എന്തായാലും നമുക്ക് ഷൂ വേണ്ടേ. ഈ ഒരു ടൈപ്പ് ഷൂ ആണ് നമ്മൾ വാങ്ങിയത്. അത്ര 200 രൂപ അങ്ങനെ എന്തായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നമ്മളെ ഷൂ സ്മെല്ല് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാധനം സ്മെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്താകുമ്പോൾ എയർ ഉള്ളതുകൊണ്ട് സ്മെല്ലിങ്ങൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇന്ന് വീഡിയോ അത്രേ ഉള്ളൂ. 2 വീഡിയോ ആയിട്ടാണ് ഇന്ന് ചെയ്തത്. ഒരു വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. അപ്പം സംബന്ധിച്ച് കഴിഞ്ഞാൽ ടൈമിങ് നല്ല കൂടുതലാണ്. അപ്പം ഇന്ന് നമ്മൾ ആ ഒരു പള്ളിയും പിന്നെ അതേപോലെ സൺസെറ്റും കാണാമെന്ന് വെച്ച് പോയതാണ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ നമ്മൾ ഇവിടെ പോകും. തിരുനെൽവേലി ആ ഭാഗത്തേക്ക് 83 കിലോമീറ്ററോളം ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊക്കെ നിൽക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും. അത് കാണാൻ വേണ്ടി താഴത്ത് ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.